ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണിലെ ആവേശകരമായ പോരാട്ടത്തിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ആദ്യ മത്സരങ്ങളിൽ പരാജയം രുചിച്ച ഇരു ടീമുകൾക്കും ഇന്നത്തെ വിജയം ടൂർണമെന്റിലെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. സീസണിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനോട് പരാജയപ്പെട്ടാണ് കൊൽക്കത്ത സ്വന്തം തട്ടകത്തിലേക്ക് എത്തുന്നത്. മറുവശത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയതിന്റെ ക്ഷീണത്തിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. പോയിന്റ് പട്ടികയിൽ അക്കൗണ്ട് തുറക്കാൻ ഇരുവർക്കും ഇന്നത്തെ ജയം അനിവാര്യമാണ്. ബാറ്റിംഗ് നിരയിൽ വമ്പൻ വെടിക്കെട്ട് നടത്താൻ ശേഷിയുള്ള താരങ്ങൾ ഇരുപക്ഷത്തും ഉണ്ടെന്നതാണ് ഈ മത്സരത്തിന്റെ പ്രധാന സവിശേഷത. ആദ്യ മത്സരങ്ങളിൽ ഇരു ടീമുകളും 200 റൺസിന് മുകളിൽ സ്കോർ ചെയ്തിട്ടും ബൗളിംഗ് നിരയിലെ പാളിച്ചകൾ കാരണം വിജയം കൈവിട്ടു പോവുകയായിരുന്നു. റൺമഴ പെയ്യാൻ സാധ്യതയുള്ള ഈഡൻ ഗാർഡൻസിൽ ബൗളർമാർ എങ്ങനെ പന്തെറിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മത്സരഫലം. കൊൽക്കത്തയുടെ ബാറ്റിംഗ് നിര അതിശക്തമാണ്. അജിങ്ക്യ രഹാനെ, ടിം സെയ്ഫർട്ട്, ഫിൻ അലൻ എന്നിവർ നൽകുന്ന തുടക്കവും യുവതാരം രഘുവൻഷി, ഫിനിഷർ റിങ്കു സിംഗ് എന്നിവരുടെ സാന്നിധ്യവും നൈറ്റ് റൈഡേഴ്സിനെ വലിയ ആത്മവിശ്വാസം നൽകുന്നു. ബാറ്റിംഗിൽ വലിയ ആശങ്കകളില്ലാത്ത കൊൽക്കത്തയ്ക്ക് പക്ഷേ ബൗളിംഗിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. സ്പിൻ ജോഡികളായ വരുൺ ചക്രവർത്തിയും സുനിൽ നരൈനും പഴയ ഫോമിലേക്ക് ഉയരാത്തത് കൊൽക്കത്തയെ അലട്ടുന്നുണ്ട്. കൂടാതെ ഓസ്ട്രേലിയൻ താരം കാമറൂൺ ഗ്രീനിന്റെ ബൗളിംഗിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും ടീമിന് തിരിച്ചടിയാണ്.